ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈവശമുള്ള അത്യാധുനിക S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതമോ കേടുപാടുകളോ സംഭവിച്ചുവെന്ന പ്രചാരണങ്ങൾ ഇന്ത്യൻ വ്യോമസേന ശക്തമായി നിഷേധിക്കുകയാണ്. ഇപ്പോഴത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യൻ S-400 ബാറ്ററികൾ ലക്ഷ്യം വെക്കുകയോ ആക്രമിക്കുകയോ ചെയ്തിരിക്കാമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിച്ച അവകാശവാദങ്ങൾ തീർത്തും തെറ്റാണെന്ന് പറയുകയാണ് ഇന്ത്യൻ വ്യോമസേന. പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ സ്ഫോടനങ്ങൾ, ഇന്ത്യൻ പ്രദേശത്തേക്ക് ഡ്രോൺ കടന്നുകയറ്റ ശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ നിർണായക വിശദീകരണം പുറത്തുവരുന്നത്. S-400 ട്രയംഫ് എന്നത് വളരെ മികവുറ്റ ഒരു ഉപരിതല ആകാശ മിസൈൽ സംവിധാനമാണ്. ദീർഘദൂരങ്ങളിൽ വിവിധ വ്യോമലക്ഷ്യങ്ങളെ, അതായത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ സ്ഥാനമാണ് ഇതിനുള്ളത്. ലോകത്തിൽ തന്നെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. അത്തരം സുപ്രധാന പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഉറപ്പിച്ചു പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ വജ്രായുധമാണ് S-400. ഇന്ത്യൻ വ്യോമസേനയുടെ സുദർശന ചക്രം അരങ്ങേറ്റം കുറിച്ചത് പാകിസ്ഥാനെതിരെ തന്നെയാണ്.